ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺ ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ നമുക്ക് ഫോക്കസിങ് ഏരിയയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് റൈസ് ഓഫ് മഗധ ഒരു സാമ്രാജ്യമായി മാറുന്നതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ ടോപ്പിക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത്. അല്ല, ഈ പറയുന്ന ടോപ്പിക്കുകളൊന്ന് റൈസ് ഓഫ് മഗധ, അതേമാതിരി മൗര്യൻ എംപയർ, ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ്, ടൗൺസ് ആൻഡ് ട്രേഡ്, ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്, ഇങ്ങനെ 1, 2, 3, 4, 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം റൈസ് ഓഫ് മഗധ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിരുന്നാലും റൈസ് ഓഫ് മഗധയെ പറ്റി പറയുകയാണെങ്കിൽ, മഗധയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന് പറയുക. വളരെ കുറഞ്ഞ കാലം മാത്രമേ ഈ സാമ്രാജ്യം ഭരിച്ചിട്ടുള്ളൂ. ഇന്ത്യ മുഴുവനൊന്നും പിടിച്ചെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലെ ഫസ്റ്റ് എംപയർ എന്നാണ് നമ്മൾ പറയുന്നത്. 16 മഹാജനപദങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തനായ മഗധ ബാക്കിയുള്ള മഹാജനപദങ്ങളെയൊക്കെ പിടിച്ചടക്കി ഒരു വലിയ സാമ്രാജ്യമായി മാറി. ആ മഗധയുടെ വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ പ്രകൃതി തന്നെ മഗധയെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൗണ്ടറി, തലസ്ഥാനമായ രാജഗൃഹം, പാടലിപുത്ര, ഇത്ര സ്ഥലങ്ങളൊക്കെ രാജഗൃഹമൊക്കെ വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു. ചുറ്റും നദികളും ഒരു ഭാഗം മലകളാൽ കവർ ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രകൃതി തന്നെ സംരക്ഷണം കൊടുത്തിരുന്ന ഒരു സ്ഥലത്തായിരുന്നു മഗധ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, മഗധയുടെ തലസ്ഥാനത്തിന് തൊട്ടടുത്ത് ഇരുമ്പയിര് ലഭിച്ചിരുന്നു. ഇത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. അടുത്തത്, മഗധയുടെ തലസ്ഥാനത്തിൻ്റെ അടുത്ത് വനങ്ങളുണ്ടായിരുന്നു. ധാരാളം മരവും അതേമാതിരി സൈന്യത്തിന് ആനകളെയും ഒക്കെ കൊടുത്തു. പിന്നെ ശക്തരായ ബിംബിസാരൻ പോലെയുള്ള അജാതശത്രു പോലുള്ള രാജാക്കന്മാരും ഇവരുടെ വളർച്ചയെ സ്വാധീനിച്ചു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് മഗധ ഒരു സാമ്രാജ്യമായി മാറിയത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, മഗധയെ സാമ്രാജ്യമാവാൻ സഹായിച്ച ഘടകങ്ങൾ. അപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ആ ഓരോ പോയിൻറ്റും എഴുതുക. ദെൻ മഗധയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സാണ് ബിംബിസാരൻ, അജാതശത്രു, പിന്നെ മഹാപദ്മ നന്ദൻ. ഏറ്റവും ശക്തനായത് ബിംബിസാരനാണ്. പിന്നെ പ്രധാനപ്പെട്ടതും ബാധ്യത്വമായിട്ടുള്ള ഒരു രാജാവ്. പിന്നെ മഗധയെ പറ്റി പറയാനുള്ളത് തലസ്ഥാനം രാജഗൃഹം, പിന്നീട് പാടലിപുത്രം എന്നിങ്ങനെയാണ് എൻ്റെ തലസ്ഥാനത്തെ പറ്റി പറയാനുള്ളത്. ഇത്രയാണ് റൈസ് ഓഫ് മഗധ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്തതായിട്ട് എല്ലാ ഫോക്കസിങ് ഏരിയയിൽ അടുത്തൊരു ടോപ്പിക്കാണ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയറിനെ പറ്റി പറയുമ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ ആദ്യം മൗര്യൻ എംപയറിനെ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉറവിടങ്ങൾ: മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, പിന്നെ ശിലാലിഖിതങ്ങൾ, അശോകൻ്റെ ശിലാശാസനങ്ങൾ പോലുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉറവിടങ്ങൾ എന്നുള്ള ഏരിയയിൽ. അപ്പോൾ ഉറവിടങ്ങൾ പഠിക്കണം മൗര്യൻ എംപയറിനെ പറ്റി പറയുമ്പോൾ. 2, മൗര്യൻ എംപയറിലെ ഏറ്റവും ശക്തനായ രാജാവ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതെങ്കിലും അതിൽ ഏറ്റവും ശക്തനായ രാജാവ് അശോക ചക്രവർത്തിയായിരുന്നു. സോ അശോക ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ധർമ്മനയവും ഇമ്പോർട്ടൻ്റ് ആണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉറവിടങ്ങൾ കഴിഞ്ഞാൽ മൗര്യ രാജാക്കന്മാരെ ലിസ്റ്റ് ചെയ്യുക. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉറവിടം എന്നുള്ള ഹെഡിങ്ങിൽ ആ ഉറവിടങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. ആളെ പേരും പുസ്തകത്തിൻ്റെ പേരും പ്ലസ് മറ്റുള്ള സോഴ്സുകളും. ദെൻ മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ആരാണ് സ്ഥാപിച്ചത്, അടുത്ത രാജാവ് ആരാണ്, ആ രൂപത്തിൽ എഴുതുക. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ മൗര്യ സാമ്രാജ്യത്തിലെ അശോകൻ്റെ ധർമ്മനയം. അശോക ചക്രവർത്തി ഒരു മഹാനായ ചക്രവർത്തിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര ആക്രമണകാരിയൊക്കെ ആയിരുന്നു. മൂപ്പരുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു കലിംഗ യുദ്ധം. ഇന്നത്തെ ഒറീസ എന്ന് പറയുന്ന ഏരിയ ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ്, ആസ്ഥാനമായി ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് കലിംഗം. ആ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ആ യുദ്ധം നടന്ന ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ ആ യുദ്ധസ്ഥലം കാണാൻ അശോക ചക്രവർത്തി ഇടയായി. ധാരാളം പേർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കയ്യും കാലും അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. ചില ആൾക്കാർ മരണത്തിൻ്റെ അവസാന ഞെരുക്കത്തിലാണ്. ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും ഇനി യുദ്ധം വേണ്ട, എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യണമെന്നൊരു തോന്നുകയും അഹിംസ, ബുദ്ധിസം ഇതിലേക്കൊക്കെ തിരിയുകയും ചെയ്തു. ഇങ്ങനെ അഹിംസയിലേക്കും ഇതിലേക്കൊക്കെ തിരിഞ്ഞ സമയത്ത് യുദ്ധവും
പട്ടാളവും സൈന്യവും ഇല്ലാതെ രാജ്യത്തെ എങ്ങനെ ക്രമസമാധാനം നിലനിർത്തും എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ധർമ്മനയം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മൂപ്പരുടെ അല്ലെങ്കിൽ അശോകൻ്റെ ധർമ്മനയത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിച്ച് അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്ത് പിന്നീട് പോലീസും പട്ടാളവും ആക്രമണവും യുദ്ധമൊന്നും ആവശ്യമില്ല. സോ രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ജനങ്ങളോട് പാലിക്കാൻ പറഞ്ഞ കോഡ് ഓഫ് കോണ്ടാക്റ്റാണ് എന്ത് അശോകൻ്റെ ധർമ്മനയം എന്ന് നമുക്ക് പറയാം. അത് 1 by 1 ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത് ചുരുക്കി എഴുതുക. എന്താണ്? കലിംഗ യുദ്ധത്തിന് ശേഷം രാജ്യത്ത് സമാധാനം നിലനിർത്താൻ യുദ്ധവും സൈന്യവും പട്ടാളവും അല്ലാതെ വേറെ എന്തുണ്ട് വഴിയെന്ന് ആലോചിച്ച അശോകൻ ജനങ്ങളെ സമാധാനപരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് അക്രമവും മറ്റും ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങളോട് പാലിക്കാൻ പറഞ്ഞ ജീവിത രീതിയെയാണ് നമ്മൾ ധർമ്മനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്താണ്? ഗുരുക്കന്മാരെ റെസ്പെക്റ്റ് ചെയ്യുക, പ്രായമുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക പോലുള്ള കുറേ പോയിൻറ്റുകൾ അതിലുണ്ട്. അതും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുക. പിന്നീട് മൗര്യ സാമ്രാജ്യത്തെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സോഴ്സ് നമ്മൾ പറഞ്ഞു, മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ പറ്റി പറഞ്ഞു, ദെൻ അശോകൻ്റെ ധർമ്മനയം നമ്മൾ പറഞ്ഞു. ഇനി നമ്മളതിൽ പറയേണ്ടത് മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മൗര്യന്മാരുടെ ഭരണം. ഒരു കേന്ദ്രീകൃത ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. രാജാവായിരുന്നു എല്ലാത്തിൻ്റെയും അവസാനത്തെ വാക്ക്. രാജാവ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക് പറഞ്ഞാൽ നീതിന്യായത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ അവസാന വാക്ക് ആരായിരുന്നു? രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഒരു കൂട്ടവും മന്ത്രിസഭയും ഉണ്ടായിരുന്നു. അതിനു പുറമെ ഉദ്യോഗസ്ഥ വൃന്ദവും രാജാവിനെ സഹായിക്കാൻ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ രാജ്യത്തെ ഭരണ സൗകര്യാർത്ഥം കേന്ദ്ര ഭരണത്തിൽ തന്നെ 4-5 കോർ ഏരിയകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരും അതിൽ തക്ഷശില, പാടലിപുത്രം എന്നൊക്കെയുള്ള രീതിയിൽ പ്രധാനപ്പെട്ട 4 സെൻറ്ററുകളായിരുന്നു രാഷ്ട്രീയ അധികാരം നിലനിന്നിരുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇതാണ് കേന്ദ്രഭരണം. ദെൻ ഭരണ സൗകര്യാർത്ഥം കേന്ദ്രത്തെ പ്രവിശ്യകളായും പ്രവിശ്യകളെ ജില്ലകളായും ജില്ലകളെ ഗ്രാമങ്ങളായും തരംതിരിച്ചിരുന്നു. പ്രവിശ്യയെ ഭരിച്ചിരുന്നത് ഗവർണർമാരാണ്. സാധാരണ രാജകുമാരന്മാരാണ് ഈ ഗവർണർ പദവി അലങ്കരിക്കാറുള്ളത്. പിന്നീട് ജില്ലയുടെ അധിപനെ സ്ഥാനിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ ഗ്രാമം ആണ് ഏറ്റവും ബേസിക് യൂണിറ്റ്. ഗ്രാമത്തിൻ്റെ തലവനെ ഗ്രാമിക എന്നും പറയുന്നു. സോ ഇന്നത്തെ രീതിയിൽ പഞ്ചായത്ത്, ജില്ല, സ്റ്റേറ്റ്, കേന്ദ്രം ഇങ്ങനെ തരംതിരിക്കുന്ന മാതിരി തന്നെ മൗര്യന്മാരുടെ കാലത്തും ഭരണം സൗകര്യാർത്ഥം പലതരത്തിലുള്ള തരംതിരിവുകൾ ഉണ്ടായിരുന്നു. ദെൻ പിന്നീട് സൈന്യത്തെ പറ്റി പറയാം. നല്ല ശക്തമായ സൈന്യമായിരുന്നു. അതിൽ കുതിരപ്പടയുണ്ട്, കാലാൾപ്പടയുണ്ട്, ആനപ്പടയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആർമിയും എണ്ണവും അതിൽ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അവസാനത്തെ തലവൻ ആരാണ്? രാജാവാണ്. പിന്നീട് മറ്റൊന്ന് നീതിന്യായം. അവിടെ മുൻസിഫ് കോടതിയും കീഴ്ക്കോടതികളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ നിയമത്തിൻ്റെയും അവസാന വാക്കാരാണ്? രാജാവായിരിക്കും. പിന്നീട് അവിടുത്തെ നികുതി വരുമാനത്തെ പറ്റി, നികുതി പിരിവിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഓരോ രാജാക്കന്മാരും എന്തൊക്കെ നികുതികളാണ് ഭരിച്ചിരുന്നത്, പ്രധാനപ്പെട്ട നികുതി ഭൂനികുതിയായിരുന്നു എന്നുള്ള രീതിയിലാണത് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയാലേ എന്താവുള്ളൂ? അവിടുത്തെ ഭരണം ആവുകയുള്ളൂ. ഈ ഭരണം മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായം എന്നും ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് മൗര്യന്മാരുടെ ഭരണത്തിന് ഇന്ത്യൻ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കിൽ ഓരോ രാജാക്കന്മാരും ചെയ്ത കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പം അത്രയാണ് മൗര്യന്മാരെ പറ്റി ചോദിച്ചത്. അപ്പോൾ മൗര്യൻ എമ്പയർ എന്നുള്ളൊരു ചെറിയ ടോപ്പിക്ക് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറയാനുണ്ട്? മൗര്യന്മാരുടെ ഉറവിടത്തെ പറ്റി പറയാനുണ്ട്. മൗര്യന്മാരുടെ ഉറവിടം കഴിഞ്ഞ രാജാക്കന്മാരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യണം. ദെൻ അശോകൻ്റെ ധർമ്മനയം പറയണം. ദെൻ മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ പറയണം. മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണം, പ്രാദേശിക ഭരണം, പ്രവിശ്യാഭരണം, ജില്ല, ഗ്രാമം. ദെൻ നീതിന്യായം, സൈന്യം, നികുതി പിരിവ്, ഇങ്ങനെ ഉള്ള എല്ലാ ഭാഗങ്ങളും പറയണം. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ പറ്റിയിട്ടും പറയണം. ഇങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലുള്ളത്, ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ്. ഇതിൽ നമ്മൾ പറയേണ്ട ടോപ്പിക്കാണ് ദിവ്യ രാജാക്കന്മാർ. ഈ കാലഘട്ടം പ്രത്യേകിച്ച് മൗര്യന്മാർക്ക് ശേഷം രാജാക്കന്മാർക്ക് പുതിയ രൂപഭേദങ്ങളൊക്കെ വരാൻ തുടങ്ങി. രാജാക്കന്മാരനെ സ്വയം തങ്ങൾ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനുവേണ്ടി അതായത് രാജാവ് ദൈവത്തിന് ഈക്വലാണ്.
ആർക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ രീതിയിലുള്ള ദിവ്യരാജാക്കന്മാർ എന്നുള്ള പദവി അവരുണ്ടാക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ദൈവത്തിന് ഈക്വലാണ് എന്നുള്ളത് അവരാക്കാൻ വേണ്ടി അവർ ചെയ്ത പണികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി വലിയ പ്രതിമകൾ ഉണ്ടാക്കി ടെക്സിലിൻ്റെ കള്ളിയിൽ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദിവ്യരാജാക്കന്മാരായി മാറാൻ രാജാക്കന്മാർ ചെയ്തത്. ദെൻ വലിയ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി വലിയ പ്രതിമകൾ സ്ഥാപിച്ചു. സ്വയം പ്രശസ്തികൾ മറ്റുള്ളവരെ കൊണ്ട് രചിപ്പിച്ചു. അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കൊക്കെ ഭയങ്കര ദാനങ്ങൾ കൊടുത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞങ്ങൾ ദൈവത്തിന് ഈക്വലാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ ദിവ്യ രാജാക്കന്മാർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ അതിൻ്റെ അടുത്ത ടോപ്പിക്കായിട്ട് തന്നെ വരുന്ന ടെക്സ്റ്റിൽ ഇതേ ഹെഡിങ് ഉണ്ട്, ടൗൺസ് ആൻഡ് ട്രേഡ്. ഈ കാലഘട്ടത്തിലെ നഗരങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളൊന്നാണ് പാടലീപുത്രം. ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി മാറി. പ്രധാനപ്പെട്ട നഗരങ്ങളും അവിടുത്തെ പ്രത്യേകതകളും പറയാം. പിന്നെ ട്രേഡ് പറയുമ്പോൾ അന്നത്തെ കച്ചവടം, പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇറക്കുമതി ചെയ്തിരുന്നത്, റോമൻ സാമ്രാജ്യമായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ അതിൽ പറയണം. പിന്നീട് ആ കച്ചവടത്തിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒന്നാണ് നാണയങ്ങൾ. അപ്പോൾ ആ കച്ചവടത്തിൽ തന്നെ നാണയങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ നാണയങ്ങളെ പറ്റിയിട്ട് പറയണം. നാണയങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമിസ്മാറ്റിക്സ്, നാണയശാസ്ത്രം. ആ നാണയശാസ്ത്രത്തിൽ ബേസ് ചെയ്തിട്ടാണ് ആ ഏരിയ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ച് മാർക്കഡ് കോയിൻസാണ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. മുദ്രാങ്കിത നാണയങ്ങൾ, പഞ്ച് മാർക്കഡ് എന്ന് പറഞ്ഞാൽ മുദ്രാങ്കിത നാണയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് മൗര്യന്മാരുടെ കാലത്ത് രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ആ നാണയങ്ങളിൽ കുത്തിവെക്കാൻ തുടങ്ങി, ആലേഖനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ സ്റ്റാമ്പ് ചെയ്ത നാണയങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് മൗര്യന്മാരാണ്. അവർക്ക് മുമ്പ് തന്നെ എന്തും ഉണ്ടായിരുന്നു? പഞ്ച് മാർക്കഡ് മുദ്രാങ്കിത നാണയങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കുഷാണന്മാരാണ്. സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന ആരാണ്? കുഷാണന്മാരാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്യൂരിറ്റിയുള്ള സ്വർണ്ണ നാണയം കൊണ്ടുവന്നത് ഗുപ്തന്മാരാണ് പ്യൂരിറ്റിയുള്ള സ്വർണ്ണ നാണയം കൊണ്ടുവന്നത്. സ്വർണ്ണ നാണയം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? വലിയ വലിയ സാധനങ്ങൾ വിദേശത്തു നിന്നും മറ്റും കൊണ്ടുവരാൻ നല്ല മൂല്യം കൊടുക്കേണ്ട വസ്തുക്കൾക്ക് പകരമായിട്ടാവും ഈ നാണയങ്ങൾ ഉപയോഗിച്ചപ്പോൾ വലിയ ട്രേഡ് അന്ന് നടന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ BC 6 മുതൽ CE6 എത്തിയപ്പോഴേക്കും ഈ സ്വർണ്ണ നാണയങ്ങളുടെ ലഭ്യത കുറഞ്ഞു. CE6 കാലഘട്ടത്തിലൊന്നും സ്വർണ്ണ നാണയങ്ങൾ കിട്ടുന്നില്ല തെളിവുകളായിട്ട്. അതിനർത്ഥം അവിടെ കച്ചവടത്തിന് തകർച്ച ഉണ്ടായി എന്നാണ് ഒരഭിപ്രായം. അല്ല, നാണയങ്ങൾ ആരും എടുത്തു വെക്കാതെ എല്ലാവരും കച്ചവടം ഫ്ലറിഷ് ചെയ്തപ്പോൾ നാട്ടിൽ വിനിയോഗിച്ചുകൊണ്ടാണ് ഒരാളെടുത്ത് മാത്രമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ മാത്രമായിട്ട് സ്വർണ്ണങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പൂഴ്ത്തി വെച്ച മാതിരി കാണാതിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നാണയങ്ങളെ പറ്റിയിട്ടും പറയണം. അപ്പോൾ ട്രേഡ് എന്ന് പറയുമ്പോൾ പണ്ട് ഹരപ്പേ പറഞ്ഞ മാതിരി ഇന്ത്യക്കകത്തുള്ള ട്രേഡ്, ഇന്ത്യക്ക് പുറത്തുള്ള ട്രേഡ്, ഗിൽഡുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നോക്കണം. ഏറ്റവും അവസാനം ഈ ടോപ്പിക്ക് നമ്മുടെ ശിലാലിഖിതങ്ങളുടെ പോരായ്മകൾ, കൊത്തുലിഖിതങ്ങളുടെ പോരായ്മകൾ. എന്തിനാ ഈ കൊത്തുലിഖിതങ്ങൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്? ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഇന്ന് ബാനറൊക്കെ കിട്ടുന്നതിന് പകരം അന്ന് അവരെന്താ ചെയ്തിരുന്നത്? അവർ ഗ്രാനൈറ്റിലൊക്കെ കൊത്തി ജനങ്ങളോട് ഇവിടെ തുപ്പരുത്, ഇവിടെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും, അറിയിപ്പുകൾ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലിഖിതങ്ങൾ കൊടുത്തിരുന്നത്. ഈ ലിഖിതങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ എന്തായാലും അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിലുണ്ട് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് ശിലാലിഖിതങ്ങളുടെ പോരായ്മകൾ തന്നെ. ഒന്നാമത്തെ പോയിൻ്റ് പറയാനുള്ളത്, പലതും മങ്ങിയ അവസ്ഥയിലാണ്. പല അക്ഷരങ്ങളും വായിച്ചെടുക്കാൻ മങ്ങിയ രൂപത്തിലാണുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. ചില അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കേടുവന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ദെൻ ശിലാലിഖിതങ്ങളിൽ നിന്ന് മാത്രം വലിയ കാര്യങ്ങളൊന്നും കിട്ടില്ല. പൊളിറ്റിക്കലായിട്ടുള്ളതും മറ്റുള്ള സാമൂഹികമായ വശങ്ങളൊന്നും ഒക്കെ ഇന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ കുറേ പരിമിതികൾ ഇതിനുണ്ട്. ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷനുണ്ട്. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഫോക്കസ് പോയിൻ്റ് വന്നതുകൊണ്ട് ആ ഏരിയ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റൈസ് ഓഫ് മഗധ സാമ്രാജ്യമായി വളരാനുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷനും അശോകൻ്റെ ധർമ്മനയമൊക്കെ വരുന്ന അടുത്തൊരു ടോപ്പിക്ക്. ദെൻ ദിവ്യ രാജാക്കന്മാർ എന്നുള്ള ടോപ്പിക്ക്. ശിലാലിഖിതങ്ങളുടെ പോരായ്മകൾ. പിന്നെ ട്രേഡിനും ടൗണിനെയും പറ്റിയിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മഗധ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, ആയിട്ട് എന്താവും ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആണ് മൗര്യന്മാരുടെ ഭരണം.
അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് അശോകൻ്റെ ധർമ്മനയം. പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വരെ ചോദിച്ച ഒരു ചോദ്യമാണ് ദിവ്യരാജാക്കന്മാർ അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളുടെ പരിമിതികൾ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ദെൻ മഗധ ഒരു സാമ്രാജ്യമായി മാറാനുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഇതൊക്കെ ഈ ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ ഇപ്പോൾ ഹാരപ്പയെ പറ്റി ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയ മാതിരി തന്നെ റൈസ് ഓഫ് മഗധ സാമ്രാജ്യമായി വളരാനുള്ള കാരണം, അതിൻ്റെ തലസ്ഥാനം ഏതാണ്, അതിലെ രാജാക്കന്മാർ ഏതൊക്കെയാണ്. ദെൻ മൗര്യൻ എംപയർ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ അവരെ പറ്റി പഠിക്കാനുള്ള ഉറവിടങ്ങൾ, അവരുടെ രാജാക്കന്മാരെ പേര് ലിസ്റ്റ് ചെയ്യുക. ദെൻ അശോകൻ്റെ ധർമ്മനയത്തെ പറ്റിയിട്ടൊരു ചെറിയ പോയിൻ്റായിട്ട് ഷോർട്ട് എഴുതി വയ്ക്കുക. ദെൻ അവരുടെ ഭരണം നയിച്ചിട്ട് ഷോർട്ടാക്കി എഴുതി വയ്ക്കുക. ദെൻ മൗര്യന്മാർക്കുള്ള പ്രാധാന്യം. ദെൻ ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ്, അതാണ് ദിവ്യ രാജാക്കന്മാർ എന്താണ്, ആ ദിവ്യ പദവിയിലേക്ക് എത്താൻ വേണ്ടി രാജാക്കന്മാർ ചെയ്തത്, ദൈവത്തിന് തുല്യമാണ് തങ്ങളെന്ന് പറയാൻ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ട്രേഡ് ആൻഡ് ടൗൺ, അന്നത്തെ പട്ടണങ്ങളെ പറ്റിയിട്ടും കച്ചവടത്തെ പറ്റിയിട്ടും ഒപ്പം നാണയങ്ങളെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷോർട്ടാക്കി എഴുതുക. ദെൻ ഏറ്റവും ലാസ്റ്റ് ശിലാലിഖിതങ്ങളുടെ പരിമിതികൾ. ഈ രീതിയിലേക്ക് ഒരു പേപ്പറിൽ നിങ്ങളിതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതിണ്ടാക്കണം. അതേമാതിരി തന്നെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഓരോ ഹെഡിങ്ങും എഴുതുക, അതിൻ്റെ താഴേക്ക് അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതിണ്ടാക്കണം. ഇങ്ങനെ ഈ 2 ഷോർട്ട് നോട്ട് എനിക്ക് ബുധനാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ 2 ക്ലാസ്സുകാരും എടുത്ത് കാട്ടിത്തരണം. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കണോ നിങ്ങൾ ഉണ്ടാക്കണോ നോക്കുക. ഏറ്റവും നന്നായിട്ട് എഴുതിയ ആൾക്കാർ ഫോട്ടോ ഗ്രൂപ്പിലേക്ക് ഇടുക. ഇപ്പോൾ ഹിബ എന്തായാലും ഇടണം. പിന്നെ ബാക്കി അഗ്രജിന് PDF ആക്കി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരുന്നു ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഷോർട്ട് നോട്ട് അഗ്രജ് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ പലയിടത്തുനിന്ന് കിട്ടുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് ഇട്ടുതന്നിട്ടുണ്ട്. അതിന്നും കൂടി എൻ്റെ ക്ലാസ്സിന് ഞാൻ പറഞ്ഞൊരു രീതിയാണ് ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. അതിനൊതുങ്ങുന്ന രീതിയിലേക്ക് ആ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നുകൂടി ഈസിയാവും. ഞാൻ പറയാത്ത കുറേ പോയിൻറ്റുകൾ വെച്ചിട്ട് സാധനം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആ സ്ട്രക്ചറിൽ ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് എല്ലാവരും എഴുതിയിട്ട് വേണം ബുധനാഴ്ച സ്കൂളിലേക്ക് വരാൻ. ഞാൻ നോട്ട് നോക്കും. ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത ക്ലാസ് ആണെങ്കിലും ഇല്ലാത്ത ക്ലാസ് ആണെങ്കിലും നോട്ട് ഞാനൊന്ന് നോക്കും. 2 ആൾക്കാരെ നോട്ട് നോക്കി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് എടുക്കാത്ത ക്ലാസ്സിലാവും ചിലപ്പോൾ അന്ന് ക്ലാസ് ഉണ്ടാവുക. പക്ഷേ മറ്റൊരാളോട് എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നോട്ടിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അന്ന് വരുന്ന സമയത്ത് ഈ നോട്ടല്ലല്ലോ, നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയ സാധനമല്ലേ, അതെനിക്ക് കാട്ടിത്തരേണ്ടി വരും കേട്ടോ എല്ലാവരും. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ പറ്റിയിട്ടൊരു സാധനം നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.